ശരിയായ ആശയവിനിമയം എങ്ങനെയെന്ന് കണ്ടെത്തുന്നതിനുള്ള ഒരു പരിശീലന കളരി കൂടിയാണ് നമ്മുടെ കുടുംബ അന്തരീക്ഷം. സ്വന്തം കുടുംബത്തിൽ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്ന് അവയെ ദൂരീകരിക്കുവാനുള്ള അനുഭവ സമ്പത്ത് ആർജിക്കുവാൻ കുടുംബ സാഹചര്യം ഇടവരുത്തണം. നമ്മേക്കാൾ മോശപ്പെട്ട രീതിയിൽ പെരുമാറുന്ന വ്യക്തിയോട് അതേ രീതിയിൽ നാം പെരുമാറുകയാണെങ്കിൽ അവരുടെ നിലവാരത്തിലേക്ക് നാം താഴുകയല്ലേ ചെയ്യുക. അതിനു പകരം മറ്റുള്ളവർ മോശമായി പ്രതികരിച്ചാലും നമ്മുടെ മേൽത്തരമായ മാനദണ്ഡത്തിന് കോട്ടം വരുത്താതെ യോഗ്യമായ വിധം പെരുമാറേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ മേന്മേറിയ അനുഭവം ഉണ്ടാകണമെന്ന പ്രാർത്ഥനയോടുകൂടി നാം ഇടപെടുമ്പോൾ ഇപ്പോൾ അവർ മോശമായിട്ടാണ് നമ്മോട് ഇടപെട്ടതെങ്കിലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകി അവരെ രൂപാന്തരപ്പെടുത്തും എന്ന വിശ്വാസത്തോടുകൂടി അവരെ കാണുവാനും നമുക്ക് സാധിക്കണം. അങ്ങനെയെങ്കിൽ നാം ഇപ്പോൾ വീക്ഷിക്കുന്നത് ഭാവിയിൽ അവരെ ദൈവം രൂപപ്പെടുത്തി മേന്മയുള്ള സ്വഭാവത്തിൻ്റെ ഉടമകളാക്കി തീർക്കാൻ പോകുന്ന വ്യക്തികൾ ആവും. ഒരുപക്ഷെ നാം മറ്റുള്ളവർക്ക് വേണ്ടി ഇപ്രകാരം പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. എന്നാൽ നമ്മളിൽ കുറേ കൂടി മേന്മയേറിയ സ്വഭാവ ഗുണമുണ്ടായെങ്കിൽ മാത്രമേ മറ്റുള്ളവർ ഭാവിയിൽ ദൈവത്താൽ രൂപാന്തരപ്പെട്ടവരായി തീരുന്നത് ഇപ്പോഴേ മുൻകൂട്ടി കണ്ട് അവരോട് കുറേ കൂടി സ്നേഹത്തോടുകൂടി സഹവർത്തിക്കുവാൻ ഇടപഴകുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. സഹോദരങ്ങളെ, ദൈവിക സ്വഭാവം തന്നെ നമ്മുടെ ആശയവിനിമയത്തിലൂടെ പുറപ്പെടുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.